എടി പ്രിയേ, ഞാൻ നിന്റെ വീടിന്റെ പിറകുവശത്തെ മതിലിന്റെ അടുത്തുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് വാ. അയ്യോ എന്റെ പൊന്ന് വരണേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട്. നിന്നെ കൈ കിട്ടിയാണ്ടല്ലോ. അതൊന്നും എനിക്ക് അറിയണ്ട. നിന്റെ അച്ഛൻ കണ്ടാലും ശരി, അമ്മ കണ്ടാലും ശരി, ഞാൻ നിന്നെ കണ്ടിട്ടേ പോത്തുള്ളൂ. നീ എനിക്ക് നല്ല അടി വാങ്ങിച്ചു തന്നിട്ടേ പോത്തുള്ളൂ അല്ലേ? എടാ ആരും കാണത്തില്ല, നീ ഒന്ന് പെട്ടെന്ന് വാ. എടാ വായി നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിച്ച് താഴെ ഇറക്ക്. വാ ഇങ്ങോട്ട് ചാടിക്കോ, ഞാൻ പിടിച്ചോളാം. ധൈര്യമായിട്ട് ചാട്. എടാ പിടിക്കണേ, ഉറപ്പല്ലേ? എന്താ മോളെ, നിനക്ക് എന്നെ വിശ്വാസമല്ലേ? നീ ഇങ്ങോട്ട് ചാട്, ഞാൻ പിടിച്ചോളാം. ചേട്ടൻ വെറുതെ ആണോ ജിമ്മിലൊക്കെ പോകുന്നേ? എന്നാ പിടിച്ചോ. പറ്റിയോ? എടാ നീ എന്നെ പിടിക്കാന്ന് പറഞ്ഞിട്ടല്ലേടാ ഞാൻ താടി ചാടിയത്, എന്നിട്ട് എന്റെ നാട് ഓടിച്ചു. എടി അത് പിന്നെ പെട്ടെന്ന് എന്റെ കയ്യിൽ എന്തോ ഒന്ന് സ്ലിപ്പായി പോയി. നിന്നെയൊക്കെ വിശ്വസിച്ച് താടി ചാടിയ എന്നെ പറഞ്ഞാൽ മതി. ഓ എന്തൊരു വേദനയാ എന്റെ നടുവരെ. എടി നീ അത് വിട്. ഞാൻ എത്ര റിസ്ക് എടുത്താ നിന്നെ കാണാൻ വന്നെന്ന് എനിക്ക് അറിയില്ലേ? ഇതിലും വേദന നീ വരാത്തതായിരുന്നു. അല്ല നീ എന്തിനാ അർജന്റായിട്ട് എന്നെ കാണുന്നെന്ന് പറഞ്ഞേ? എടാ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. നീ വരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നേ. ട്രിപ്പ് പോവാനോ? എവിടേക്ക്? എടി ട്രിപ്പ് എന്ന് വെച്ചാലേ അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും അല്ല. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു വഴി കാണുന്നില്ലേ നീ? അതിലൊരുപാട് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെയാ. അവൻ്റെ മുത്തശ്ശനും അച്ഛനോ അങ്ങനെ ആരൊക്കെയോ പണ്ട് താമസിച്ചിരുന്നതാ. അവർ വലിയ രാജകുടുംബത്തിൽപ്പെട്ടവരാ. വലിയ കൊട്ടാരം പോലത്തെ ഒരു സെറ്റപ്പാ. അപ്പോൾ അവിടെ കുറച്ച് നാൾ അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ വരുന്നുണ്ടെങ്കിൽ വാ. എടാ നീ എന്തൊക്കെയാ പറയുന്നേ? അതിന് വീട്ടിൽ നിന്ന് സമ്മതിക്കോ? എടി അതിന് ടൂർ പോകുമെന്ന് പറഞ്ഞിട്ട് വരണ്ട. വല്ല എക്സ്കർഷനോ എന്താ പറയുക ക്യാമ്പോ അങ്ങനെ വല്ലതും എന്ന് പറ. നീ സ്കൂളിൽ നിന്ന് പോകുമെന്ന് പറ. പിന്നെ അത് പറയുമ്പോഴേക്കും അങ്ങ് വിശ്വസിക്കും. അതൊക്കെ നീ പറയേണ്ട പോലെ പറഞ്ഞാലും വിശ്വസിക്കും. ഇതേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അവരുടെ ലവേഴ്സിനെ എല്ലാവരും കൂട്ടിയിട്ടാണ് വരുന്നത്. ആണോ? അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ വിട്ടോ? എടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ 2 ഫ്രണ്ട്സേ ഉള്ളൂ. പിന്നെ അവരുടെ ലവേഴ്സും. നമുക്ക് അവിടെ അടിച്ച് പൊളിച്ച് സുഖമായിട്ടൊരു 10-12 ദിവസം നിൽക്കാം. എന്നെ എന്തായാലും ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വിടത്തില്ല. എന്നാൽ നീ നിൻ്റെ അനിയത്തിനെയും കൂട്ടിക്കോ. ആ അവളെ കൂട്ടുന്നതിന് നല്ലത് ഞാൻ നിന്റെ കൂടെ ഒളിച്ചോടി പോരാന്ന് വീട്ടിൽ പറയുന്നതായിരിക്കും. പിന്നെ അതൊന്നുമില്ല, ഞാനേ എൻ്റെ കസിനെയും കൂടി കൂട്ടാം. അപ്പം പിന്നെ അവളൊന്നും പറയത്തില്ല. അതെന്താ നിന്റെ കസിനെ അവൾക്ക് അത്ര പേടിയാണോ? ആ പേടിയായിട്ടൊന്നുമില്ല. അവനും തമ്മിലേ ചെറിയൊരു ലൈൻ ഉണ്ട്. എന്നിട്ടെന്താ നീ ഇത് ഇത്രയും നാൾ എന്നോട് പറയാത്തെ? നീ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ പാര വെച്ച് നീ അത് കൊളാക്കുന്ന എനിക്ക് അറിയായിരുന്നു. എടാ ദുഷ്ടാ. എടി അവളുടെ ലൈനേ നമുക്കൊരു സപ്പോർട്ടായി നിൽക്കും എപ്പോഴും. അതുകൊണ്ട് ആ ലൈന് പൊളിക്കണ്ട, അതൊന്ന് വളരട്ടെ. എന്നാലത് വലിയ ചതിയായി പോയി. എന്ത് ശരി? ചേച്ചിയായ നിനക്ക് പ്രേമിക്കാം, അനിയത്തിയായ അവൾക്ക് പ്രേമിച്ചൂടെ? എടാ അവൾ ചെറിയ കുട്ടിയല്ലേ. പിന്നെ അങ്ങനെ പ്രേമത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. നീ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അവളെയും കൂട്ടിയിട്ട് വരാൻ നോക്ക്. ഞാൻ നോക്കട്ടെ. ഞാൻ പാറുവിനോടും കൂടി ഒന്ന് ആലോചിക്കട്ടെ. അവൾക്ക് നല്ല കുരുട്ടുബുദ്ധി ഉള്ളതാ. അവൾ എന്തേ ഒരു വഴി കണ്ടെത്താൻ മതി. എന്നാ പിന്നെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് പോവാണോ? അപ്പൊ നിനക്കല്ലേ നേരത്തെ പേടിയാന്ന് പറഞ്ഞേ? എന്നാലും മിസ് യു വരുൺ. മിസ് യു ടു. ഇത് സുലി ചേച്ചിന്റെ മോള് പ്രിയല്ലേ? ഇവളേത് ചെക്കനോട് എങ്ങനെ മറിഞ്ഞിരുന്ന് സംസാരിക്കുന്നേ? ഇതിലെന്തോ വെള്ളത്തിലുണ്ട്. മോളെ പ്രിയേ, ഇതാരാ? അയ്യോ ആന്റി, ഇതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? രണ്ടുപേരും കൂടെ എന്താ ഇവിടെ ഒളിഞ്ഞിരുന്ന് സംസാരിക്കുന്നേ? ഒളിഞ്ഞിരുന്ന് സംസാരിച്ചൊന്നല്ല ആന്റി. ഞാൻ ഇതുവഴി പോയപ്പം പ്രിയ ഇവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പം ചുമ്മാ സംസാരിച്ചെന്നേ ഉള്ളൂ. ആണോ? എന്നിട്ട് എന്താ പ്രിയമോളുടെ മുഖത്ത് എന്നെ കണ്ടപ്പോ ഒരു ടെൻഷൻ പോലെ? ടെൻഷനോ? എനിക്കോ? ഇല്ല ആന്റി, എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അല്ല ആന്റി എവിടെ പോവാ? ഞാൻ മോളുടെ അമ്മേനെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ. ആണോ? അമ്മ അകത്തുണ്ട്, ആന്റി വാ. അല്ല മോളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനെ എന്താ വീട്ടിലേക്ക് വിളിക്കാത്തെ? എന്നെ വിളിച്ചത് ആന്റി, പക്ഷെ എനിക്ക് സമയമല്ല. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകണം. ഞാൻ പിന്നെ വഴിയിൽ പ്രിയനെ കണ്ടപ്പോൾ ജസ്റ്റ് സംസാരിക്കാതെ പോകുന്നത് മോശമല്ലേ എന്ന് കരുതി അങ്ങനെ ഒന്ന് നിന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ശരി ഞാൻ പോട്ടെ. പ്രിയ പിന്നെ കാണാട്ടോ. ശരി. ഭാഗ്യം രക്ഷപ്പെട്ടു. ആന്റി വാ. ഇവനെ കണ്ടാൽ അറിയാം ആള് ശരിയല്ലെന്ന്. രണ്ടും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കിയതാ. ശരിയാക്കി തരാം. എന്താ ആന്റി ആലോചിക്കുന്നേ? വരുന്നില്ലേ? മോള് നടക്ക്. അല്ല നിന്റെ അമ്മേനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. അമ്മ അകത്തായിരിക്കും. ആന്റി വാ. ഇല്ല മോളെ, ആന്റി അമ്മയുടെ ഒരു സാധനം വാങ്ങിക്കാൻ വന്നതാ. മോള് വിളിച്ചിട്ട് വന്നാ മതി. ആന്റി ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നാ ശരി ആന്റി, ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. ഇവിടെ ആ ചെക്കൻ്റെ കൂടെ കണ്ട് തൽക്കാലം സുലി ചേച്ചിനോട് പറയണ്ട. പ്രേമം അങ്ങ് കയറി മൂക്കട്ടെ. ഇല്ലെങ്കിലേ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിലപ്പം ബന്ധം തിരിച്ചു കളയും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂല. ഈ ആന്റി നീ അമ്മേനോട് പറഞ്ഞ് കൊളാക്കൂലായിരിക്കും. ബിന്ദു എന്താ രാവിലെ തന്നെ? ആ ചേച്ചി എനിക്ക് ഇത്തിരി പഞ്ചസാര തന്നേ. അല്ലെന്റെ ബിന്ദു, ഒരു വിഷയമായിട്ട് പഞ്ചസാര പോലും നിന്റെ വീട്ടിൽ എടുക്കാല്ലേ? എന്ത് പറയാനാ ചേച്ചി, അങ്ങേരോട് ഞാൻ പറഞ്ഞു വിട്ടതാ. മറന്നുപോയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു. ഇനിയിപ്പം തിരിച്ചു പോയി വന്നിട്ട് എപ്പോ പായസം ഉണ്ടാക്കാനാ? ശരി ശരി, ഞാൻ തരാം. പഞ്ചസാര മാത്രം മതിയല്ലോ അല്ലേ? എന്നാ പിന്നെ ചേച്ചി കുറച്ച് പാലും സേമിയയും കൂടി തരുമോ? അപ്പൊ പായസം വെക്കാനുള്ള ഒരു സാധനം ഇല്ലേ നിന്റെ അടുത്ത്? ഉണ്ട് ചേച്ചി, ഉണ്ട്. ഏലക്കായ ഉണ്ട്. അപ്പൊ ആരോ നീ എവിടെയായിരുന്നോ? ഞാൻ നിന്നെ എവിടെയല്ല നോക്കിന്നറിയോ?
ആ ചേച്ചി എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന കോഴിക്കാലോട് ചേച്ചി ഇന്ന് രാവിലെ തിന്നില്ലേ? എന്നെ ഓർത്തില്ലല്ലോ അപ്പൊ. പിന്നെ ഇപ്പൊ എന്തിനാ? അത് പിന്നെ അത് ചെറുതായിട്ട് ചീത്തയാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിനക്ക് തന്ന് നിന്റെ വയറിനൊന്നും അസുഖം വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ കഴിച്ചത്. ഓ പിന്നെ എനിക്കറിയാം ചേച്ചി ഇന്നലെ തന്നെ കോഴിക്കാലിൽ ഒരു കണ്ണ് വെച്ചിരുന്നു. ഒരു കോഴിക്കാലിന് വേണ്ടിയാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങി തരുന്നുണ്ടെന്ന്. ചേച്ചിക്ക് എന്താ എന്നോട് പെട്ടെന്നൊരു സ്നേഹം? എന്തോ കാര്യം ഉണ്ടാവും. എന്ത് കാര്യം? പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിക്കായിരുന്നു. വരുണ്ണെ അറിയില്ലേ നീ എന്റെ ക്ലാസ്സിലെ? ആ അറിയും. ഏത് സമയം ചേച്ചിന്റെ ക്ലാസ്സിന് മുന്നിൽ കൂടെ വായി നോക്കി നടക്കുന്ന ചേട്ടനല്ലേ? ആ വായി നോക്കി ചേട്ടന്റെ ഒരു കസിന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ ചേട്ടനെ നിനക്കറിയോ? ആ ചേട്ടനെയോ? എനിക്കൊന്നും അറിയത്തില്ല. പാറു, ഞാൻ ഇപ്പൊ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കും. മര്യാദയ്ക്ക് എന്റെ അടുത്ത് സത്യം പറഞ്ഞോ. നീ ആ ചേട്ടൻ തമ്മിൽ എന്താടി ബന്ധം? അയ്യോ എന്റെ പൊന്നു ചേച്ചി, അച്ഛനോടൊന്നും പറയല്ലേ. ആ ചേട്ടൻ എനിക്ക് ഡെയിലി മിഠായി ഒക്കെ വാങ്ങി തരും. ഞാൻ അതെല്ലാം വാങ്ങുകയും ചെയ്യും. വേറെ ബന്ധമൊന്നുമില്ല. പിന്നെ ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണിന് ഡെയിലി മിഠായി വാങ്ങി കൊടുക്കാൻ എന്താ? അവനെന്താ പ്രാന്താണോ? ചേച്ചി തൽക്കാലം ഞാൻ ഇതാരോടും പറയുന്നില്ല. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അതെനിക്ക് നേരത്തെ മനസ്സിലായി. എന്താ കാര്യം? എടി ഉപകാരം എന്ന് വെച്ചാലേ ഇതിനെക്കൊണ്ട് എനിക്ക് മാത്രമല്ല നിനക്ക് ഗുണമുണ്ട്. വരുണില്ലേ, വരുണ എന്റെ ലൈനാ. എന്നിട്ടാ ചേച്ചി എന്നെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞേ? അത് ഞാൻ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാ. പിന്നെ വരുണ അവന്റെ ഫ്രണ്ട്സും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫോറസ്റ്റിനുള്ളിലുള്ള വലിയൊരു കൊട്ടാരത്തിലേക്കാ. അടിപൊളി സെറ്റപ്പാന്നാ പറഞ്ഞേ. അവന്റെ കസിനും വരുന്നുണ്ട്. അതുകൊണ്ട് നീയും ഞാനും കൂടി ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒരു ക്യാമ്പ് എന്തെങ്കിലും പറഞ്ഞ് അച്ഛൻ്റെ അമ്മേൻ്റെയും സമ്മതം വാങ്ങണം. അതിലുള്ള ഐഡിയ നീ എന്നെ പറയണം. അയ്യോ കള്ളം പറഞ്ഞു പോവാനോ? അയ്യോ തീരെ കള്ളം പറയാത്തൊരു വാവ. വരുണേട്ടന്റെ കസിൻ വരുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് കൂട്ടിക്കത്തുള്ളൂ കേട്ടോ. ഉറപ്പാ. നീ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മേൻ്റെയും പെർമിഷൻ വാങ്ങിക്കി. അച്ഛാ ഇന്നെന്താ നേരത്തെ എണീറ്റോ? അച്ഛാ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ക്യാമ്പ് പോകുന്നുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാ. പഠിത്തത്തിന്റെ ഭാഗമായിട്ട് അച്ഛാ. ഞാൻ പോട്ടെ? ഈ വെക്കേഷൻ ടൈമിലോ? അതെ അച്ഛാ, മിസ് പറഞ്ഞതാ. എല്ലാ കുട്ടികളും പോകുന്നുണ്ട്. അത് ശരിയാവില്ല പാറോ. ഒന്നാമത് നീ ചെറിയ കുട്ടിയാ. നിന്നെ ഒറ്റയ്ക്ക് എന്തായാലും അങ്ങനെ വിടാൻ പറ്റത്തില്ല. അല്ല എത്ര ദിവസത്തേക്കാ ക്യാമ്പ്? അതൊരു 10-15 ദിവസം ഉണ്ടാവുന്നാ പറഞ്ഞേ. വലിയ ക്യാമ്പാണ് അച്ഛാ. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് വരുമ്പോഴേ കുട്ടികൾക്കൊക്കെ കൂടുതൽ പഠിക്കാനൊക്കെ കഴിയുന്ന പറഞ്ഞേ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടാവുന്ന പറഞ്ഞേ. എന്ത് പറഞ്ഞാലും അത്രയും ദിവസത്തേക്കൊന്നും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല പാറു. ടീച്ചർ പറഞ്ഞു വേണമെങ്കിൽ ചേച്ചിനെയും കൂടെ കൂട്ടിക്കോളെ. അങ്ങനെ പറഞ്ഞോ? അതിന് പ്രിയക്ക് താല്പര്യമുണ്ടോ നിന്റെ കൂടെ വരാൻ? അച്ഛൻ പറഞ്ഞാൽ ചേച്ചി വരും. അച്ഛൻ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചേച്ചി വരൂല അച്ഛാ. ശരി മോളെ. പ്രിയേ എന്താ അച്ഛാ? മോളെ പാറുവിന്റെ ക്ലാസ്സിൽ നിന്ന് എന്തോ ക്യാമ്പിന് എന്തോ പോകുന്നുണ്ടെന്ന് നിനക്കറിയോ? സ്കൂളിൽ വല്ലതും പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി? കുട്ടികളൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അച്ഛാ. എല്ലാവരെയും ഒന്നും കൊണ്ടുപോകുന്നില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്നാ പറഞ്ഞേ. പാറുമോക്ക് പോകണമെന്ന്. നീ ഒരു കാര്യം ചെയ്യാം. അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. നീയും കൂടെ അവളുടെ കൂടെ ചെല്ലേ. അയ്യോ ഞാനില്ല. വെക്കേഷൻ ആയിട്ട് വേണം ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഇനിയും ടീച്ചർമാരെ കണ്ടോണ്ടിരിക്കാനോ? അവരാണ് ഫുൾ ടൈം പഠിപ്പിക്കലൊക്കെ ആയിരിക്കും അച്ഛാ. അത് ശരി. അപ്പോൾ പഠിക്കാൻ ഒരു താല്പര്യം ഇല്ല അല്ലേ? മര്യാദയ്ക്ക് നീയും കൂടെ അവളുടെ കൂടെ ചെല്ലേ. അല്ലാതെ അവളെ ഒറ്റയ്ക്കൊന്നും വിടാൻ പറ്റത്തില്ല. അച്ഛന് നിർബന്ധമാണ് ഞാൻ പോവാം. പക്ഷെ എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല കേട്ടോ. അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവളുടെ കൂടെ പോവാം. നല്ല കുട്ടി. എന്നാ പിന്നെ രണ്ടുപേരും കൂടെ ക്യാമ്പിന് പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്ക്. സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ്ടാവില്ലേ? ശരി അച്ഛാ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? വർക്കൗട്ട് ആയില്ലേ? സൂപ്പർ. അല്ല അച്ഛനെങ്ങാനും ടീച്ചറെ വിളിക്കോ? ഒരിക്കലും ഇല്ല. അച്ഛനെ എന്നെ അത്രയ്ക്ക് വിശ്വാസാ. ശരി. എത്രയും പെട്ടെന്ന് നാളെ നായി കിട്ടിയ മതിയായിരുന്നു. അതെ വാ നമുക്ക് വേഗം പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാം. നാളെ രാവിലെ നേരത്തെ എണീക്കണം. അങ്ങനെ നമ്മുടെ പ്ലാൻ വിജയിച്ചില്ലേ? ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ബംഗ്ലാവിലേക്ക് പോവാം. എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ട്രിപ്പ്. അതെ